السلام عليكم ورحمة الله. قال علي كرم الله وجهه: دخلت على النبي صلى الله عليه وسلم أنا وفاطمة رضي الله عنهما فوجدناه يبكي بكاء شديدا فقلت: فداك أبي وأمي يا رسول الله صلى الله عليه وسلم، ما الذي أبكاك؟ قال: يا علي، ليلة أسري بي إلى السماء رأيت نساء من أمتي يعذبن بأنواع العذاب فبكيت لما رأيت من شدة عذابهن. رأيت امرأة معلقة بشعرها يغلي دماغها، ورأيت امرأة معلقة بلسانها والحميم يصب في حلقها، ورأيت امرأة قد شد رجلاها إلى ثدييها ويداها إلى ناصيتها وقد سلط الله عليها الحيات والعقارب، ورأيت امرأة معلقة بثدييها، ورأيت امرأة رأسها برأس خنزير وبدنها بدن حمار وعليها ألف لون من العذاب، ورأيت امرأة على صورة الكلب والنار تدخل من فيها وتخرج من دبرها والملائكة يضربون رأسها بمقامع من نار. فقامت فاطمة الزهراء رضي الله تعالى عنها وقالت: يا حبيبي وقرة عيني، ما كان أعمال هؤلاء حتى وقع عليهن العذاب. فقال النبي صلى الله عليه وسلم. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ ചൊല്ല കിതാബിലു ഉദ്ധരിച്ചെങ്കിത്ത നീണ്ട ഹദീസ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചൊല്ലു: നാനും എൻ്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒത്തുക്ക് പോയ തങ്ങളെ മുട്ട പോയപ്പോൾ നബി തങ്ങ ശക്തമായി ബുൽപുട്ടോണ്ടിന്ത്. അപ്പോൾ ನಾನು ചൊന്ന: ഫിദാക്ക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയെ എൻ്റെ ബാപ്പടെയും എൻ്റെ ഉമ്മടെയും നിങ്ങൾക്ക് ನಾನು സമർപ്പിക്കട. അത് സാധാരണ അറബിങ്ങ ചൊല്ലുടെങ്കത്തൊരു പതിവാണ്. ഞങ്ങളെ റൂഢി അങ്ങ സംസാരിക്കട മുന്നോളു ഇങ്ങനെ ചൊല്ലേണ്ടുണ്ട്. എന്നിട്ട് മല്ലതി അബുക്കാക്ക, നബിയെ തങ്ങ ബുൽപുടു കാരണം എന്തേ? അപ്പോഴാണ് നബി തങ്ങ ചൊന്ന: യാ അലിയു, ലൈലത്ത ഉസ്രിയ ബി ഇല സമാ, നൻ്റെ പിന്നെ ഇസ്രാ മിറാജ് നടന്നെങ്കത്തെ ജാവുലു, അത് റജബിടെ ഈ ടൈമുള്ളൂ 27 റഅയ്തു നിസാ മിൻ ഉമ്മത്തി, എൻ്റെ സമൂഹത്തിൽപ്പെട്ട കുറേ പെണ്ണുങ്ങളെന്നാണ് കണ്ട. യുഅദ്ദബ്ന ബി അൻവാഇൽ അദാബ്, അങ്ങ വേറെ വേറെ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന കണ്ട്. അങ്ങനെ ഫബക്കൈതു ലിമാ റഅയ്തു മിൻ ഷിദ്ദത്തി അദാബിഹിന്ന, അങ്ങളെ ശക്തമായ ശിക്ഷ കണ്ടിട്ട് ബേജാറായിട്ടാണ് ഞാൻ ബുൽപുഡ്രെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കൊറിയ പെണ്ണുങ്ങളെ വിശദീകരിക്കട്. ആദ്യ നബി തങ്ങ കണ്ട ആ ടൈപ്പിലുള്ള അങ്ങളെ ശിക്ഷയുടെ വിശദീകരിക്കണം. എന്നിട്ട് അങ്ങ് ശിക്ഷ കിട്ടുമോ കാരണം എന്തിനാണ് പിന്നെ നബി തങ്ങ വിശദീകരിക്കണം. അതിൽ നബി തങ്ങ ചൊന്ന ഒന്നാമത്തെ പെണ്ണ്: റഅയ്തു ഇംറഅത്തൻ മുഅല്ലഖത്തൻ ബിശഅരിഹാ യഗ്ലി ദിമാഗുഹ, ഞാനൊരു പെണ്ണിടെ കണ്ട് അവളുടെ മുടി കൊണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് അവളുടെ പിന്നെ തലച്ചോറ് ഇങ്ങനെ പതച്ചോണ്ടുണ്ട്. സാധാരണ അടുപ്പുള്ളു ഞങ്ങൾ തണ്ണി വെച്ചെങ്കിൽ ചൂട് ശക്തമായപ്പോൾ തണ്ണി പയക്കും പോലെ അവളുടെ തലച്ചോറ് ഇങ്ങനെ പതച്ചോണ്ടുണ്ട്. അവളുടെ മുടിയിൽ കെട്ടി തൂക്കിയിട്ട് ഒന്നാമത്തെ പെണ്ണ്. വറഅയ്തു ഇംറഅത്തൻ മുഅല്ലഖത്തൻ ബിലിസാനിഹാ വൽഹമീമു യുസബ്ബു ഫീ ഹൽഖിഹാ, രണ്ടാമത്തെ പെണ്ണ് അവളുടെ നാവുകൾ കെട്ടിയിട്ട് തൂക്കിയിട്ട് ഹമീമുണ്ട് ചൊല്ലെ നരകത്തുള്ള വളരെ ശക്തമായ ചൂടുള്ള തണ്ണി, ദുനിയാവുടെ ചൂടൊന്നും അല്ല, അത് ഹൽക്ക് ബീത്തിയെങ്കിൽ മരിച്ചിട്ട് പോകും മനുഷ്യൻ, അങ്ങനത്തെ ചൂടുള്ള തണ്ണി. ആ തണ്ണി അവളുടെ ഹൽക്കിൽ ബീത്തിയോണ്ടുള്ളാറ്, അവളുടെ തൊണ്ടയ്ക്ക് ബീത്തിയോണ്ടുള്ളാറ്. വറഅയ്തു ഇംറഅത്തൻ, പിന്നൊരു പെണ്ണ് അവളുടെ രണ്ട് കാലിൻ്റെ അവളെ മുലക്ക് പിടിച്ച് കെട്ടിയിട്ട് അവളുടെ രണ്ട് കൈയുടെ അവളെ നെറുവൻ തലക്ക് പിടിച്ച് കെട്ടിയിട്ട് അവളുടെ മേൽ പാമ്പും അതുപോലെ തേളും ഇങ്ങനെ ശിക്ഷ അവളെ കുത്തിയോണ്ടുണ്ട് മൂന്നാമത്തെ പെണ്ണ്. നാലാമത്തെ പെണ്ണ് അവളെ മുല കൊണ്ടാണ് അവളെ പിടിച്ച് തൂക്കിടെ കെട്ടിടെ. അഞ്ചാമത്തെ പെണ്ണ് വറഅയ്തു ഇംറഅത്തൻ, ഒരു പെണ്ണ് അവളെ തല പന്നിയുടെ തലയാണ്, അവളെ ശരീര കത്തയുടെ തല, ആയിരം അദാബ് അവളുടെ മേലുണ്ട്. ആറാമത്തെ പെണ്ണ് നായുടെ സൂറത്ത് രൂപത്തിലുള്ള പെണ്ണാണ്, അവളുടെ ബായിലൂടെ തീ ഇങ്ങനെ കടന്നുകൊണ്ടുണ്ട്, അവളുടെ പിന്ദ്വാരത്തിലൂടെ തീ പുറത്ത് വന്നുകൊണ്ടുണ്ട്. മലായിക്കത്ത് അവളുടെ തലക്ക് ഇരുമ്പുടെ തീയുടെ ദണ്ടുകൊണ്ട് അടിച്ചുകൊണ്ടുള്ളാറ്. അങ്ങനെ ഈ 6 പെണ്ണുങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇസ്രാ മിഅ്റാജിലെ ജാവുൽ കണ്ടെങ്കിത്ത ഇനിയും ധാരാളം സംഭവമുണ്ട്, കുറേ ഘട്ടനയെല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ 6 പെണ്ണുങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വിശദീകരിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എൻചിത്ത് എന്നിട്ട് കേൾത്ത്: യാ ഹബീബി ഖുറത്ത ഐനി മാ കാന അഅമാലു ഹൗലാ, നബിയെ ഈ പെണ്ണിങ്ങളെ എന്തിനെ സ്വറാക്കിക്കൊണ്ടിരുന്നാൽ ഇത്രയും വലിയ ശിക്ഷ അങ്ങ് കിട്ടുമോ കാരണം എന്തേ? അപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങ ചൊന്തു: യാ ബുനയ്യ അമ്മൽ മുഅല്ലഖത്തു ബിശഅരിഹാ, യാ ബുനയ്യത്തു, ഓ എൻ്റെ കുഞ്ഞുമോളെ, പിന്നെ മുടി കൊണ്ട് കെട്ടിയിട്ട് പിടിച്ച് മേൽ തൂക്കിയെങ്കത്തെ പെണ്ണ്
ಅವಳು ಆಕ್ಯೋ ಇನ್ನಂಕೆತ್ತು സ്വരേന്ദ്രയെ ചൊന്നെങ്കിൽ ഫഇന്നഹ കാനത്ത് ലാ തുഗത്തി ഷഅറഹ മിനർ റിജാൽ. ഞങ്ങളെ ഉമ്മ പെങ്ങന്മാർ മനസ്സിലാക്കണ എനിക്കൊരു ವಿಷಯ, അന്യപുരുഷന്മാരെ തൊട്ട് ಅವಳು ಮುಡಿ ಉಂಟಿಲ್ಲಂತ, ಅವಳು ತಲೆಮರೆಚೋണ്ടിಲ್ಲಂತ. അന്യപുരുഷന്മാർക്ക് അവളുടെ തല കാണ്ടത് അവൾക്ക് വലിയൊരു വിഷയമേ അയച്ചോണ്ടില്ലಂತ. അവൾ ഔറത്ത് മറച്ചോണ്ടില്ലಂತ. അപ്പോൾ അങ്ങനത്തെ പെണ്ണാണ്. അതുകൊണ്ടാണ് അവളുടെ തലയുടെ മുടിലമേ പിടിച്ചിട്ട് മേല് കെട്ടിയില്ലേ ഒന്നാമത്തെ പെണ്ണ്. രണ്ടാമത്തെ പെണ്ണു അമ്മൽ മുഅല്ലഖത്തു ബിലിസാനിഹ, നാവുളിങ്ങനെ കെട്ടിത്തൂക്കിയെങ്കിലത്തെ പെണ്ണ് അവളെന്താക്കിക്കൊണ്ടിരുന്നാളെന്ന് ചൊന്നെങ്കിൽ ഫഇന്നഹ അവളു കാനത്ത് തൂതി സൗജഹ, അവളെ ഭർത്താവിടെ അവൾ ഇടങ്ങിയറാക്കിക്കൊണ്ടിരുന്നാറ്. ഭർത്താവുകെതിരെ കയർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നാൾ, മുണ്ടിക്കൊണ്ടിരുന്നാൾ. ഭർത്താവുക എതിർമുണ്ടി കൊണ്ടിരുന്നാറ്, ഭർത്താവ് ഉപ്പതരാക്കിക്കൊണ്ടിരുന്നാൾ. അങ്ങനത്തെ പെണ്ണാണ്. അമ്മൽ മുഅല്ലഖത്തു ബി സദിയഹ, മുല പിടിച്ച് കെട്ടിയെങ്കിലത്തെ പെണ്ണ് ഫഇന്നഹ കാനത്ത് തൂതി ഫിറാഷ സൗജിഹ, അവളുടെ ഭർത്താവ് മാപ്പിളയുടെ വിരിപ്പ് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരുന്നാൾ ചൊന്നെങ്കിൽ അവളുടെ മാപ്പിളക്ക് കൊടുക്കണമെങ്കിൽ അവളുടെ ശരീരത്തെ അന്യപുരുഷന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൾ. അവളുടെ ഔത്തുകു അന്യപുരുഷന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ടിരുന്നാൾ, മാപ്പിളയുടെ വഞ്ചിച്ചുകൊണ്ടിരുന്നാൾ. അങ്ങനത്തെ പെണ്ണാണ്. അന്യ ഡ്രൈവർമാരൊട്ടികയും അന്യ റായത്തെ ആൾമാരൊട്ടികയും അവൾ നടന്നുകൊണ്ടിരുന്നാൾ. അമ്മല്ലത്തി ശുദ്ധ റിജലഹ, കാലിടെ പിടിച്ചിട്ട് മുലക്ക് കെട്ടിയെങ്കിലത്തെ പെണ്ണ്, അതുപോലെ കൈയുടെ തലക്ക് കെട്ടിയെങ്കിലത്തെ പെണ്ണ്, പാമ്പും തേളും കുത്തിക്കൊണ്ടിരുന്നെങ്കിലത്തെ പെണ്ണാരെന്ന് ചൊന്നെങ്കിൽ ഫഇന്നഹ കാനത്ത് ലാ തഗ്തസിലു മിനൽ ജനാബത്തി വൽ ഹൈലി, അവൾ ഹൈലായെങ്കിൽ ജനാബത്തായെങ്കിൽ കുളിച്ചോണ്ടില്ലಂತ. വതസ്തഹ്സു ബിസ്വലാത്തി, നിസ്കാരത്തെ അവൾ നിസ്സാരായിട്ട് കണ്ടുകൊണ്ടിരുന്നാൾ. രാത്രി ജാവു ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടിട്ട് അവൾക്ക് പിത്തിയാണ്ട് കുളിയേ ഇല്ല, സുബൈ നിസ്കാരമേ ഇല്ല. എപ്പമാ അസർക്ക് എപ്പമാ കുളിച്ചിട്ട് അവൾ നിസ്കരിച്ചുകൊണ്ടിരുന്നാൾ. ളുഹറും അസറും ഒട്ടികെ നിസ്കരിക്കടേ, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതേ ഇല്ല. ചിലപ്പോൾ നോമ്പ് മർമ്മ മാത്രം നിസ്കാരം ഓർമ്മ അവിടെ കെത്ത പെണ്ണ്, അല്ലെങ്കിൽ തീരെ നിസ്കാരത്തെ ഒരു ബോധവും ഇല്ലാത്ത കെത്ത പെണ്ണായിട്ടിരുന്നാൾ അവളു. അമ്മല്ലത്തി റൗസുഹ റൗസു ഖിൻസീർ, പന്നിയുടെ തലയും ശരീരം മൊത്തം കത്തട തലയിന്നങ്കത്തെ പെണ്ണ് അവളു ഫഇന്നഹ കാനത്ത് നമ്മാമത്തൻ കദ്ദാബ, അവൾ ഏഷണി ചൊല്ലങ്കെത്ത പെണ്ണായിട്ടിരുന്നാൾ. ഓരോ അവൾ ഔത്തുൽ നിൽക്കാളെ പരിസരത്തിലുള്ള ഔത്തെല്ലാം ചുറ്റുരെ ഈ ഔത്തര വിഷയ അപ്പുറത്തെ ഔത്ത് ചൊല്ലെ, അപ്പുറത്തെ ഔത്ത വിഷയ ഇപ്പുറത്തെ ഔത്ത് ചൊല്ലെ, ഈ രണ്ടൗത്ത വിഷയ പിന്നൊരൗത്ത് പോയിട്ട് ചൊല്ലെ. ഇങ്ങനെ മൊത്തത്തിൽ നമീമത്ത് കൊണ്ട് റായടി ഫസാദാക്കിക്കൊണ്ടിരുന്നെങ്കിലത്തെ പെണ്ണാണ്. ഖദ്ദാബത്തൻ, അവൾ കളവ് ചൊന്നുകൊണ്ടിരുന്നാൾ. എന്ത് വിഷയവും അവളെ ബായിൽ നിൽക്കില്ല, എല്ലാം നമീമത്താക്കടെ കളവ് ചൊല്ലെ. ലോകത്ത് ഏറ്റവും വലിയ വാർത്താ ഏജൻസി ഏതുണ്ട് ഒരാളോട്ട് കേട്ടപ്പോൾ അയാൾ പെണ്ണിന് ചൊന്തു. അതുകൊണ്ട് പെണ്ണിങ്ങ ഭാര്യ ജാഗ്രത ആക്കണം എനിക്കത്തെ വിഷയമാണ് ഞങ്ങളെ നാവു. നമീമത്ത് ചൊല്ലകു തീരാ, ഗീബത്ത് ചൊല്ലകു തീരാ, കളവ് ചൊല്ലകു തീരാ. ഒരാൾ ചൊന്തു ഒരു വിഷയ ലോകത്ത് ഏറ്റവും സ്പീഡിൽ പെട്ടെന്ന് ഒരു ജാഹിറാത്തും ഇല്ലാണ്ട് ഒരു ഖർച്ചുമില്ലാണ്ട് നിങ്ങൾക്ക് ലോകമൊട്ടാകെ എത്തണുണ്ടായെങ്കിൽ ആ വിഷയത്തെ ഒരു പെണ്ണിടൊട്ടിക്ക് ചൊല്ലുമ്പോൾ ഇതും കൂടി ചൊല്ലണു. ഇത് നീ ആരൊട്ടിക്ക് ചൊല്ലകു തീരാ, നിൻ്റൊട്ടു മാത്രം ഞാൻ ഇത് ചൊന്നുകൊണ്ടുള്ളേ, നീനിത് ആരൊട്ടുക്ക് ചൊല്ലകു തീരാണ്ട് ചൊന്നെങ്കിൽ നിമിഷം മാത്രം കൊണ്ട് ഒരു ജാഹിറാത്ര അകത്തേ ഇല്ലാണ്ട് ലോകമൊട്ടാകെ അത് എത്തിറുണ്ട് ഒരാൾ ചൊന്തു. അപ്പോൾ കാരണം പെണ്ണിന് ചൊന്നെങ്ങനെ നാവു നിൽക്കില്ല, എടി എല്ലാവർക്കും ചൊന്നിട്ടേ ആവണു. അങ്ങനത്തെ ഒരു അവസ്ഥ ചിലപ്പോൾ പെണ്ണുങ്ങളിൽ ഉണ്ടാവിടൂ. അതുകൊണ്ടാണ് നരകത്തിൽ ഈ ശിക്ഷ അനുഭവിക്കുക. കാരണം അവൾ നമീമത്ത് ചൊല്ലാൾ, നാവിടെ ജാഗ്രത ആക്കാത്തങ്കെത്ത പെണ്ണ്, കളവ് ചൊന്നുകൊണ്ടിരുന്നാൾ, മാപ്പിളൊട്ടിಗೆ കളവ് ചൊല്ലേ, മക്കളൊട്ടിಗೆ കളവ് ചൊല്ലേ, തീരാ കളവിടെ ഭാരി ജാഗ്രത ആക്കുന്ന എനിക്കത്തൊരു വിഷയം. ഏതുവരെ ചൊന്നെങ്കിൽ ചെറിയ മക്കളെ ഞങ്ങൾ ആ ഉമ്മമാരിങ്ങനെ എന്തെങ്കിലും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാട്ടറേണ്ടുണ്ട്, അവിടെ ബാ ചോക്ലേറ്റ് ഉണ്ട് കയ്യിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ചൊന്നിട്ട് മക്കളെ ഇങ്ങനെ മങ്കാക്കി വിളിക്കുന്നുണ്ടുള്ളൂ. മക്ക വന്ന് നോക്കുമ്പോൾ കയ്യിൽ എന്ത് വയ്ക്കില്ല. അതുവരെ ആക്കുക തീരാണ്ടാണ് ഇസ്ലാം പഠിപ്പാട്ട്. അപ്പോൾ ഭാരി ജാഗ്രത ആക്കണം. അമ്മല്ലത്തിയാല സൂറത്തിൽ കൽബി, ആറാമത്തെ പെണ്ണ് നായുടെ രൂപത്തിലുള്ള പെണ്ണ്. വന്നാറു തദ്ഖുലു മിൻ ഫിഹാ, ബായിലൂടെ തീ കടക്കിട്, പിന്ദ്വാരത്തിലൂടെ തീ പുറപ്പെടുന്ന പെണ്ണാരെന്ന് ചെന്നെങ്കിൽ ഫൈനഹ കാനത്ത് മന്നാനത്തൻ ഹസാദ, അവൾ മന്നാനത്ത് എണ്ണിച്ചൊല്ലെങ്കെത്ത പെണ്ണായിട്ടിന്നാൾ. അവൾ എന്തെങ്കിലും കൊണാക്കിയെങ്കിൽ അതിലെങ്ങനെ എണ്ണിച്ചൊന്നുകൊണ്ടിരുന്നാൽ മാപ്പിളൊട്ടിക്ക് എണ്ണിച്ചൊള്ളു, ഞാൻ അങ്ങനെ ആക്കില്ല ഇങ്ങനെ ആക്കില്ലെന്ന് ചെന്നിട്ടു വെറും അങ്ങനത്തെ പെണ്ണായിട്ടിന്നാൾ. ഹസാദത്തൻ, പിന്നെ ഒന്ന് അസൂയ കാട്ടറെങ്കെത്ത പെണ്ണായിട്ടിന്നാൾ. അസൂയ ആർക്കെങ്കിലും നിയമത്തുണ്ടായ പാട് അസൂയ, അപ്പുറത്ത് ഔത്തങ്ങത്തെല്ലാം നിയമത്തുണ്ടായിട്ടുണ്ടായെങ്കിൽ ഓള് ഈ ഔത്തറോൾക്ക് തെച്ച് ഓൾക്ക് നിലനിൽപ്പില്ല, ഓളിങ്ങനെ അസൂയ കാട്ടാറ്. എങ്ങനെങ്കിലും അവളുടേത് ഇല്ലാണ്ടായി പോണു. ഓളുടെ ഓർഡറവ അപ്പുറത്ത് ഔത്തവണക്ക് നല്ലൊരു സ്ലാപ്പിടാവ അവിടെ ഉണ്ടായെങ്കിൽ ഓള് കൂടെ തല കുത്തവ് തുടങ്ങിട്, ബയർന്നുമ്പളാവു തുടങ്ങിട്. മൊത്തത്തിൽ അസൂയ കാട്ടിയിട്ട് ആരും അഭിവൃദ്ധിയാവുക തീര ഉയർവു തീരാന്ന് ചൊല്ലെങ്കെത്ത മനസ്ഥിതി ഉള്ളെങ്കെത്ത പെണ്ണാണ് നരകത്തിൽ നായുടെ രൂപത്തിൽ ശിക്ഷിക്കപ്പെടേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടിപ്പാട്ടിട്ട് ലാസ്റ്റ് ചൊന്തു, യാ ബുനയ്യത്തു അൽ വൈലു ലിംറഅത്തിൻ തഅസി സൗജഹ, ഓ കുഞ്ഞു മോളെ നിൻ്റെ ഒട്ടിಗೆ ನಾನൊരു ഉപദേശം ചൊന്നുകൊണ്ടുള്ള എല്ലാവിധ നാശാറുക ഒന്നുണ്ട
ഭർത്താവുക എതിർ കാട്ടണമെങ്കത്തെ ഭർത്താവുക മാറ് കാണിക്കണമെങ്കത്തെ പെണ്ണ് ഭർത്താവുടെ ഒട്ടിಗೆ കേൾക്കാണ്ട് സമ്മതം ഇല്ലാണ്ട് പുറത്തിരിഞ്ഞു പോകണ്ടെങ്കത്തെ പെണ്ണ് ഇങ്ങനത്തെ പെണ്ണുകാണ് എല്ലാവിധ നാശവും ചെന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടില്ല. അങ്ങനെ ഇസ്രാ മിഅ്റാജ് പോയണ്ട് നബി തങ്ങൾ കണ്ടെങ്കത്തെ ചില രംഗത്തെയാണ് ഇവിടെ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അസ്സവാജിർ ചൊല്ല കിതാബിൽ വിശദീകരിക്കണേ. അപ്പം ഞങ്ങളെ പെണ്ണിങ്ങ ഈ വിഷയത്തെ ഭാരി ശ്രദ്ധിച്ചിട്ട് നമീമത്ത് ചൊല്ലാണ്ട് ഔറത്ത് മറച്ചിട്ട് അതുപോലെ ആരൊട്ടികയും അസൂയ കാട്ടാണ്ട് അതുപോലെ ഭർത്താവുടെ ആക്രമിക്കാണ്ട് ഇടങ്ങേറാക്കാണ്ട് അവനുക്ക് മാത്രം ആസ്വദിക്കണമെങ്കത്തെ സുഖത്തെ വേറെ ആർക്കും കാട്ടാണ്ട് പുറത്തിളിഞ്ഞു പോകുമ്പോൾ എല്ലാവിധ സൗന്ദര്യ പ്രദർശനമാക്കിയിട്ട് അത്തറും തേച്ചിട്ട് കാൽക്ക് മണിയും ഗജ്ജയും കെട്ടിയിട്ട് പ്രായത്താൾമാർക്ക് തൻ്റെ സൗന്ദര്യം കാട്ടണമെങ്കത്തെ ഒരവസ്ഥ ഇന്നത്തെ പെണ്ണുങ്ങളിൽ യാറായുണ്ടുണ്ടു. ഈ സമൂഹത്ത് ഏറ്റവും വലിയ നാശമായിട്ടിക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന പോലെ പെണ്ണുങ്ങളെ നിങ്ങൾ ജാഗ്രത ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നാശം പിടിച്ച പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഞങ്ങാറും പെട്ടുപോണു തീരാം. ഞങ്ങളെ പെങ്ങന്മാർ അതുപോലെ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ മക്ക ഞങ്ങളെ കുടുംബ പരിസരത്തെല്ലാം ജാഗ്രത ആക്കണമെങ്കത്തെ നല്ലൊരു മനസ്ഥിതി ഞങ്ങൾക്ക് ഉണ്ടാവണു. ഇസ്രാ മിഅ്റാജിൽ നടന്നെങ്കത്തെ ഈ സംഭവ ഞങ്ങളെ ജീവിതത്തെ ബദലാവണേക്ക് ഏറ്റവും വലിയ ഒരു സബബാവട്ട് കാരണാവട്ട് അല്ലാഹു തആല ഞങ്ങളെയും ഞങ്ങളെ പെങ്ങന്മാരെയും പെൺമക്കളെയും ഞങ്ങളെ എല്ലാ പരിസരത്തുള്ള കുടുംബത്തുള്ള പെണ്ണുങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.